ഹലോ പ്രിയ കുട്ടികളെ, നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. മൊബൈൽ കമ്പ്യൂട്ടിംഗ്. അതായത് +1 കമ്പ്യൂട്ടർ സയൻസുകാർക്കും +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്കും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡ് ഇയറുകാർക്കും കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയറുകാർക്കും ഉള്ളൊരു ടോപ്പിക്കാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്താണ്? മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്താണ്? അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ജനറേഷൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനകത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഈസ് എ ടെക്നോളജി ദാറ്റ് ഹാസ് കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി ആൻഡ് ക്യാൻ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ഡാറ്റ വൈൽ ഇൻ മോഷൻ. അതായത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾക്കറിയാം നമ്മൾ മൊബൈൽ ഫോൺസ് എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനെയാണ് നമ്മൾ മൊബൈൽ ഡിവൈസസ് എന്ന് പറയുക. അപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഈസ് എ ടെക്നോളജി ദാറ്റ് ഹാസ് കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി ആൻഡ് ക്യാൻ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ഡാറ്റ വൈൽ ഇൻ മോഷൻ. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും ഡാറ്റ റിസീവ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ആ ഡിവൈസ് കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി ഉണ്ടാവും. കമ്പ്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കൂടെ ഉള്ള ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുക? മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഈസ് എ ടെക്നോളജി ദാറ്റ് ഹാസ് കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി ഉണ്ട് ആൻഡ് ക്യാൻ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ഡാറ്റ വൈൽ ഇൻ മോഷൻ. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. Then mobile computing requires a portable computing device, wireless communication network and an internet connection. നമുക്ക് മൊബൈൽ കമ്പ്യൂട്ടിംഗ് സാധ്യമാവണമെങ്കിൽ എന്തൊക്കെ വേണം? പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, നമുക്ക് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ മാത്രമല്ല ഉള്ളത്. നമുക്ക് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഡിവൈസാണ്, ടാബ് എന്ന് പറയുന്നത്, അതേപോലെ നോട്ട് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് മൊബൈൽ ഡിവൈസസ് ആണ്. അപ്പോൾ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഉണ്ടാവണം. ദെൻ സെക്കൻഡ് വൺ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. വയർലെസ് ആയിട്ടുള്ള, അതായത് നമുക്കറിയാം മൊബൈൽ ഡിവൈസുകളിൽ കൂടെയൊക്കെ നമുക്ക് വയേർഡ് കണക്ഷൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. വയർലെസ് ആയിട്ടുള്ള കണക്ഷനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് നമുക്ക് വയർലെസ് കണക്ഷനാണ് നമുക്കതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. മൂന്നാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ഷനാണ്. അപ്പോൾ ഒരു മൊബൈൽ അല്ലെങ്കിൽ പോർട്ടബിൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഉണ്ടാവണം, ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാവണം, അതേപോലെ തന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടാവണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൊബൈൽ കമ്പ്യൂട്ടിംഗ് സാധ്യമാവുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. Today, mobile communication has become the backbone of society. Mobile system technologies have improved standard of living. നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ എന്താണ്? മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ്. മൊബൈൽ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ നട്ടെല്ല്. അതേപോലെ തന്നെ ആ സിസ്റ്റം, അതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലിവിങ്, നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടും, ഇമ്പ്രൂവ് ചെയ്യും. അതായത് പണ്ട് കാലത്തുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന രീതിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഡിവൈസസ് ഉണ്ട്, നമുക്കതിന് റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പണ്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാൻഡ് ഫോൺ യൂസ് ചെയ്യണമായിരുന്നു. അതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനോ ലാൻഡ് ഫോൺ കമ്മ്യൂണിക്കേഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ്. അതേപോലെ നമ്മുടെ പണ്ടുള്ള ആൾക്കാരിൽ വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ, നമ്മുടെ ലിവിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഒത്തിരി കൂടിയിട്ടുണ്ട്.
Then mobile communication network don't need any physical connection to communicate. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനകത്ത് ഒരു ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഒരു വയർ യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ആവശ്യമില്ല. നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കണക്ഷൻ ആവശ്യമില്ല. എപ്പോഴും വയർലെസ് കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജനറേഷൻസ് ഇൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ജനറേഷൻ, ഓരോ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, തലമുറ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് 5 ജനറേഷനാണ് ഉള്ളത്. നമ്മളൊക്കെ സ്ഥിരം യൂസ് ചെയ്യാറുള്ളതാണ്. 4G ആണോ 3G ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൊബൈലിൻ്റെ കണക്ഷനൊക്കെ നമ്മളങ്ങനെ പറയാറുള്ളതാണ്. അപ്പോൾ എന്താണ് ഓരോന്നിനും എന്താണ് വ്യത്യാസം എന്നുള്ളത് നമ്മൾ ബ്രീഫായിട്ടൊന്ന് പഠിക്കുവാണ്. മൊബൈൽ ഫോൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1946. അപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന മൊബൈൽ ഫോണിൻ്റെ രൂപമോ ഭാവമോ ഒന്നും അല്ല അന്നത്തെ മൊബൈൽ ഫോണിനുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1946-ലാണ്, 1946. In the initial stage, growth in mobile communication was very slow. 1946-ലാണ് ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ്, ആ തുടക്കത്തെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്, വളരെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അത് ആരും അധികം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മൊബൈൽ ജനറേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5. ഇപ്പോൾ 5G വരെയാണ് അത് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. മൊബൈൽ ജനറേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5. ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക് 1G, സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക് 2G, തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക് 3G, ഫോർത്ത് ജനറേഷൻ നെറ്റ്വർക്ക് 4G or LTE, ദെൻ ഫിഫ്ത്ത് ജനറേഷൻ നെറ്റ്വർക്ക് 5G. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക് ഓർ 1G, ഫസ്റ്റ് G. ഫസ്റ്റ് ജനറേഷൻ or 1G was developed around 1980. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യമേ മൊബൈൽ ഫോൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1946 എന്ന് പറഞ്ഞു. 1946-ലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും അത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറായിട്ട് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അത് യൂസ് ചെയ്യാൻ പാകത്തിനാക്കിയത് 1980-ലാണ്. അപ്പോൾ എത്ര വർഷത്തെ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കി. ആദ്യം അത് 46-ൽ ഡെവലപ്പ് ചെയ്തെന്നുണ്ടെങ്കിലും അത് 1980-ലാണത് ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് പോലും അത് സ്റ്റാർട്ട് ചെയ്യണത്. ദെൻ ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺസ് വെയർ ബേസ്ഡ് ഓൺ അനലോഗ് സിസ്റ്റം ആൻഡ് പ്രൊവൈഡ് വോയിസ് ഫെസിലിറ്റി ഒള്ളേ. അതായത് ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോണിൽ അനലോഗ് ഡാറ്റയാണ് അല്ലെ അനലോഗായിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ അവിടെ വോയിസ് ഫെസിലിറ്റി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ എന്തൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ അവിടെ വോയിസ് ഫെസിലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വോയിസ് മാത്രം ട്രാൻസ്ഫർ ചെയ്യാനേ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക് 2G. Second generation or 2G network follow digital system for communication. 2G ആയപ്പോഴേക്കും ഇപ്പോൾ ഉള്ള പോലെ ഡിജിറ്റൽ സിസ്റ്റമാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ പറഞ്ഞു അനലോഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ജനറേഷനായപ്പോൾ അവിടെ ഡിജിറ്റൽ സിസ്റ്റമാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. 2G ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വോയിസ് ആസ് വെൽ ആസ് അതർ ഡാറ്റ. 2Gയിൽ നമുക്ക് വോയിസും പറ്റും, അതേപോലെ തന്നെ വേറെ ടൈപ്പ് ഡാറ്റയും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Then 2G introduced പിക്ചർ മെസ്സേജസ് ആൻഡ് മൾട്ടിമീഡിയ മെസ്സേജസ്. 2Gയിൽ ചെറിയ പിക്ചർ മെസ്സേജുകൾ അതേപോലെ ചെറിയ മൾട്ടിമീഡിയ ഓഡിയോ വീഡിയോ മെസ്സേജുകളൊക്കെ അധികം സൈസില്ലാത്ത ചെറിയ സൈസിലുള്ള മെസ്സേജുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ റിസീവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ 2G ഇൻട്രൊഡ്യൂസ്ഡ് 2 പോപ്പുലർ സ്റ്റാൻഡേർഡ്. 2 പോപ്പുലറായിട്ട് ഉള്ള സ്റ്റാൻഡേർഡ്സാണ് 2G ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ GSM, സെക്കൻഡ് വൺ
കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് CDMA, ഇതിൻ്റെ ഫുൾ ഫോമും ഷോർട്ട് ഫോമും ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ 2G ഇൻട്രൊഡ്യൂസ് 2 പോപ്പുലർ സ്റ്റാൻഡേർഡ്സ്. 2 പോപ്പുലറായിട്ടുള്ള 2G ജനറേഷനിലുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന 2 സ്റ്റാൻഡേർഡുകളാണ് GSM-ഉം CDMA-യും. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ്, ദെൻ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ദെൻ ഓരോന്നും എന്താണ് നമ്മൾ പഠിക്കുകയാണ്. ഫസ്റ്റ് വൺ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ്, GSM. GSM is a globally accepted standard for digital cellular communication for data, accessing data. GSM uses narrow band TDMA, time division multiple access, which allows simultaneous calls. അതായത് GSM എന്ന് പറയുന്നത് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ലോകം മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് GSM എന്ന് പറയുക. അതായത് ഡിജിറ്റൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, അവിടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് GSM എന്ന് പറയുക. അതുപോലെ GSM യൂസ് ചെയ്യുന്നത് നാരോ ബാൻഡ് TDMA, ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. വിച്ച് അലൗസ് സൈമിൾട്ടേനിയസ് കോൾസ്. സൈമിൾട്ടേനിയസ് ആയിട്ട് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒരു സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള കോൾസാണ്, അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 2 രീതിയിലും ചെയ്യാവുന്ന, സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് 2G അല്ലെങ്കിൽ GSM എന്ന് പറയുക. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ ഫോളോസ് എ യൂണിഫോം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു യൂസ് എ മൊബൈൽ ഡിവൈസ് അറൌണ്ട് ദ വേൾഡ്. അതായത് GSM എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊബൈൽ ഡിവൈസ് ലോകം മൊത്തം ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. The network is identified using the SIM, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് സിം എന്ന് പറയുക. ആ സിമ്മിൻ്റെ ഫുൾ ഫോം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ഓരോ സബ്സ്ക്രൈബറിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂൾ. സിമ്മിൻ്റെ നമ്പറുണ്ട്, സിമ്മിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ദ നെറ്റ്വർക്ക് ഈസ് ഐഡൻറ്റിഫൈഡ് യൂസിങ് ദ സിം. ഓരോ നെറ്റ്വർക്കിലുള്ള ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സിം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂളിൻ്റെ ഫോം പഠിക്കണം കേട്ടോ. ദെൻ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ദെൻ GSM യൂസസ് എ ലോട്ട്സ് ഓഫ് ടെക്നോളജീസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഈ GSM എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണെന്ന് പറഞ്ഞു. ആ GSM യൂസ് ചെയ്യുന്നത് കുറേ ടെക്നോളജികൾ, ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. 2 of them are, ഫസ്റ്റ് വൺ GPRS, ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. Then second one, EDGE, Enhanced Data Rate for GSM Evolution. അപ്പോൾ GSM എന്ന് പറയുന്നതിനകത്ത് 2 സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 2 ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു. ആ ടെക്നോളജികളാണ് ഏത്? GPRS ആൻഡ് EDGE. ഇതിൻ്റെയും ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം. GPRSൻ്റെ ഫുൾ ഫോം ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്, EDGEൻ്റെ എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ്സ് ഫോർ GSM എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് 2 ടെക്നോളജീസ്, GSM എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന 2 ടെക്നോളജീസാണിത്. അതിനകത്ത് GPRS എന്താണ്, EDGE എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിൽ GPRS ഈസ് എ മൊബൈൽ ഡാറ്റ സർവീസ് ഓൺ GSM. GSMൽ ഒരു മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ സർവീസാണ് എന്ത്? GPRS എന്ന് പറയുന്നത്. GPRS പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിങ് റേറ്റ്. വളരെ ഹൈ സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. Although GPRS is a data-only technology, it helps to improve GSM's voice quality. ഡാറ്റ മാത്രമേ ഇതിനകത്ത്, അല്ലെങ്കിൽ ഡാറ്റ ഉള്ളി ടെക്നോളജിയാണ് GPRS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ GSMൻ്റെ വോയിസ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ GPRSൻ്റെ ഫുൾ ഫോം പഠിക്കുക, അതിൻ്റെ എന്തിനു വേണ്ടിയുള്ള സർവീസാണെന്ന് പഠിക്കുക, ബാക്കിയൊന്നും 2 പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ EDGE.
എഡ്ജിൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചായിരുന്നു, എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ്സ് ഫോർ GSM എവല്യൂഷൻ. എഡ്ജ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഫോർ GSM. കുറച്ചും കൂടി സ്പീഡ് കൂടുതലുള്ള അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എഡ്ജ് എന്ന് പറയുക. അപ്പോൾ എഡ്ജ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഫോർ GSM. ഇറ്റ് പ്രൊവൈഡ് 3 times ഫാസ്റ്റർ സ്പീഡ് ദാൻ GPRS. GPRSനേക്കാളും 3 ഇരട്ടി സ്പീഡ് കൂടുതലുണ്ട് എഡ്ജിന്. If either our phone or device or our network do not support edge, then it will automatically revert to GPRS. അതായത് നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കോ ഈ എഡ്ജ് എന്ന് പറയുന്ന ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കായിട്ട് GPRSലോട്ട് റിവേർട്ട് ചെയ്യും. GPRS ആയിരിക്കും പിന്നെ അവിടെ യൂസ് ചെയ്യുക. എഡ്ജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഡ്ജ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ GPRS തന്നെയായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? GSM ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന 2 സ്റ്റാൻഡേർഡാണ് GSMഉം CDMAയും. അതിനകത്ത് GSMനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജീസാണ് GPRSഉം എഡ്ജും. ദെൻ CDMA എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റാൻഡേർഡ്, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. In code division multiple access or CDMA service, several transmitters can send information simultaneously over a single communication medium. അപ്പോൾ CDMAയിൽ നമ്മൾ മൾട്ടിപ്ലക്സർ ഒക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിൽ എന്ത് ചെയ്യാം? ഇൻഫോർമേഷൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ സെവറൽ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഒന്നിലധികം ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് GSMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? പ്രൊവൈഡ് വൈഡർ കവറേജ് അതിന് നല്ല കൂടുതലായിരിക്കും. ദെൻ പ്രൊവൈഡ് ബെറ്റർ വോയിസ് ക്വാളിറ്റി കൂടുതലായിരിക്കും. ദെൻ പ്രൊവൈഡ് ബെറ്റർ സെക്യൂരിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ കവറേജ് കൂടുതലുണ്ടാവും, വോയിസ് ക്വാളിറ്റി കൂടുതലുണ്ടാവും, സെക്യൂരിറ്റി കൂടുതലുണ്ടാവും. GSMുമായിട്ട് CDMAയുടെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്റ്റാൻഡേർഡ് GSMഉം CDMAയും. അതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക് ഓർ 3G. എന്താണെന്ന് നോക്കിയേ, തേർഡ് ജനറേഷൻ ഓർ 3G പ്രൊവൈഡ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. 3Gക്കകത്ത് 2Gയേക്കാളും ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലാണ്. 3G ഹാസ് ദ ഫെസിലിറ്റി ടു സെൻഡ് ആൻഡ് റിസീവ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ യൂസിങ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഡാറ്റ 2Gയിൽ സെൻഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതൽ ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. 3G ഓഫേഴ്സ് മൾട്ടിമീഡിയ, വോയിസ്, ഡാറ്റ സർവീസസ്. 3Gക്കകത്ത് നമുക്ക് മൾട്ടിമീഡിയ സെൻഡ് ചെയ്യാം, വോയിസ് സെൻഡ് ചെയ്യാം, ഡാറ്റയും സെൻഡ് ചെയ്യാം. ഈ സർവീസുകളൊക്കെ അതിനകത്തുണ്ട്. 2Gയിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും അതിൽ കൂടുതൽ എമൗണ്ട് ഡാറ്റ നമുക്ക് 3Gയിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 3G നെറ്റ്വർക്ക്സ് യൂസ് WCDMA, വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഫോർ ആക്സസിങ് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3Gയിൽ യൂസ് ചെയ്യുന്നത് WCDMA ആണ്, വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. അപ്പോൾ അതിന് സ്പീഡ് കൂടുതലുണ്ടാവും, അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലാവും, അതാണ് സ്പീഡ് കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞത്. അതേപോലെ ലാർജ് എമൗണ്ട് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് പറയുക, ഫോർത്ത് ജനറേഷൻ നെറ്റ്വർക്ക് ഓർ 4G ഓർ LTE, ലോങ് ടേം എവല്യൂഷൻ. അതായത് 4G ആണ് കൂടുതൽ, കുറേ കാലങ്ങളായിട്ട് നമ്മൾ 4G ജനറേഷനിലാണ് നിൽക്കുക ഇപ്പോൾ. അപ്പോൾ ലോങ് ടേം എവല്യൂഷനാണ് 4G എനിക്ക് പറയുന്ന വേറൊരു പേര്, LTE. 4G ഈസ് ഓൾസോ കോൾഡ് LTE, ലോങ് ടേം എവല്യൂഷൻ. 4Gക്ക് പറയുന്ന വേറൊരു പേരാണ് LTE, ലോങ് ടൈം എവല്യൂഷൻ. ഇറ്റ് പ്രൊവൈഡ് വെരി ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചില സ്ഥലത്ത് 3G ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചില ഫോണിൽ 3G കിട്ടുള്ളൂ, ചില ഫോണിൽ 4G കിട്ടും. അങ്ങനെ
നമ്മൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഈ 3Gയും 4Gയും തമ്മിലുള്ള ഡിഫറൻസ് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 4G എന്ന് പറയുന്നത് അതിന് വെരി ഹൈ സ്പീഡാണ്, അല്ലെങ്കിൽ ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. വളരെ കൂടുതൽ ഡാറ്റ വളരെ കുറച്ച് സമയത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് പ്രൊവൈഡ് ഗുഡ് ക്വാളിറ്റി പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്. കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള പിക്ചേഴ്സും വീഡിയോസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. OFDMA ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ഈസ് യൂസ്ഡ് ഇൻ 4G ടു ആക്സസ് ഡാറ്റ. അപ്പോൾ 4Gയിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നതാണ് OFDMA, ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനകത്തും എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ 5th ജനറേഷൻ നെറ്റ്വർക്ക് ഓർ 5G. 5G ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ എവല്യൂഷൻ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ ലാസ്റ്റ് എത്തി നിൽക്കുന്ന 5G ഒന്നും അത്ര പ്രാബല്യത്തിൽ വന്നിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ആരും 5G യൂസ് ചെയ്യുന്നില്ല. 4G ആണ് നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാർ തന്നെ 3G യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ 5G എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എവല്യൂഷനിലെ അല്ലെങ്കിൽ ജനറേഷനിലെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് 5G എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് കുറേയും കൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മളതാരും ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ 5 ജനറേഷനായിട്ടാണ് നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ മൊബൈൽ ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് 5 ജനറേഷനായിട്ടാണ്. 1st, 2nd, 3rd, 4th ആൻഡ് 5th. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇത്രയുമേ പറയുന്നുള്ളൂ. വീണ്ടും കേട്ട് ടെക്സ്റ്റ് ഒന്നും കൂടി വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.